ഹലോ, ഇതൊരു മിനി ഫ്രെയിമിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ക്യാൻവ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ടോപ്പിൽ കാണുന്ന പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം A4 ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ A3 ഡോക്യുമെൻറ്റോ എന്നോ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ക്ലിയർ ബ്ലാങ്ക് പേജ് അവിടെ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് A4 ഡോക്യുമെൻ്റ് ആണ്. അതിനുശേഷം താഴത്ത് കാണുന്ന എലമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലൈന് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കവിടെ കുറേ ലൈൻസ് വരും. അതിൽ നിന്നൊരു ലൈന് സെലക്ട് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് ഒരു ഡ്രാഗ് ചെയ്യുക. അത് നമുക്ക് മിനി ഫ്രെയിമിന് കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ രണ്ട് ഭാഗത്ത് ഞാനിവിടെ ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ശേഷം അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തുകൊണ്ട് രണ്ട് സൈഡിലും വീണ്ടും ഒന്ന് വെച്ച് കൊടുക്കുക. 5:1 എന്നുള്ള റേഷ്യോയിലാണ് നമ്മളിപ്പോൾ ഒന്ന് മിനി ഫ്രെയിമിന് വേണ്ടിയിട്ട് വെക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കറക്റ്റ് അളവ് കിട്ടും. ശേഷം അതിൻ്റെ നടുവത്തെ ആ ഒരു ലൈന് റിമൂവ് ചെയ്യുക. ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലോഡ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ എനിക്ക് വേണ്ടത് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുണ്ട്. എനിക്ക് വേണ്ട ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഞാൻ ആഡ് ഹെഡിങ് കൊടുത്തുകൊണ്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അടിയിൽ കാണുന്ന ഫോണ്ട് എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്തതിന് ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോണ്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഫോണ്ടാണോ ആവശ്യമുള്ളത് അതിവിടെ സെലക്ട് ചെയ്യുക. ശേഷം ഞാനത് ആ ഒരു ഫ്രെയിമിന് അനുസരിച്ചൊന്ന് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. ബാക്കി വരുന്ന സ്ഥലത്തൊക്കെ ഞാനൊരു ഫുൾ ഫോട്ടോ ഫ്രെയിമാണ് വെക്കുന്നത്. മറ്റേത് കസ്റ്റമൈസ് ആയിട്ടാണ് ആ ഒരു വൈറ്റ് പോർഷൻ ഞാനവിടെ വിട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതവിടെ കറക്റ്റ് ചെയ്ത് വെക്കുക. ഇനി ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പിൽ കാണുന്ന ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം PDF പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ ഫ്ലാറ്റൻ PDF ആണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നാലേ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് നമ്മൾ അതിലേക്ക് സേവ് ആവുകയുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന ഷീറ്റ് ലേസർ പ്രിൻറ്റിംഗ് ആണ്. അല്ലെങ്കിൽ ഗ്ലോസി ഷീറ്റും വേണമെങ്കിൽ യൂസ് ചെയ്യുക. ലേസർ പ്രിൻറ്റിങ്ങിന് 50 രൂപയ്ക്കാണ് A3 സൈസിന് വരാറുള്ളത്. A4ന് 40 ഒക്കെയാണ് വരാറുള്ളത്. കറക്റ്റ് പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പ്രിൻറ്റിങ് ഷോപ്പിലൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ മതി. പിന്നെ ഫ്രെയിമിന് പ്രൈസ് വരുന്നത് ഒരു 50-40 അങ്ങനെയൊക്കെ ആ റേഞ്ചിലാണ് സ്റ്റാർട്ടിങ്. പിന്നെ നമ്മൾ ഈ ഫ്രെയിം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സ്റ്റാപ്ലയർ യൂസ് ചെയ്തങ്ങാണ് 4 എഡ്ജസ് ഒന്ന് അടർത്തിയെടുക്കുക. അതിനുശേഷം അതിലുണ്ടാകുന്ന ഡസ്റ്റും കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒരു വെറ്റ് വൈപ്പ് യൂസ് ചെയ്തങ്ങാണ്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പ്രിൻ്റ് ഒന്ന് വെക്കുക. അതിനുശേഷം ആ ഒരു ക്ലിപ്പുകൾ അവിടെ നിന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെല്ലോ ടാപ്പ് യൂസ് ചെയ്തങ്ങാണ്ട് ബാക്ക് ഒന്ന് കവർ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റ് സെല്ലോ ടാപ്പാണ്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. വൈറ്റ് അല്ല കിട്ടിയില്ലെങ്കിൽ ബ്ലാക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഫ്രെയിം നമുക്കൊരു 100 രൂപ മുതൽ സെല് ചെയ്യാൻ പറ്റും. അത് നമ്മളെ എക്സ്പെൻസിനനുസരിച്ചെങ്ങാണ്ട് ഫിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ മിനി ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.